നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ റേഷൻ വിതരണത്തിലെ സ്തംഭനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി S. അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തടിയമ്പാട് പാലത്തിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ റേഷൻ കടയിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയി K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ റേഷൻ വിതരണത്തിലെ സ്തംഭനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൊടുപുഴ മാർക്കറ്റ് റേഷൻ കടയ്ക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പൊതുവിതരണ മേഖലയെ തകർക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ നടത്തിവരുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ പറഞ്ഞു. ഇന്നുവരെ ഒരു സർക്കാരും ചെയ്യാത്ത നടപടികളാണ് റേഷൻ കട, സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സ്ഥാപനങ്ങളോട് സർക്കാർ ചെയ്തു വരുന്നത്. ജനങ്ങളുടെ ഏക ആശ്രയമായ റേഷൻ കടകളോട് കാണിക്കുന്ന അവഗണന മൂലം റേഷൻ ഷോപ്പുകൾ അടച്ചുപൂട്ടുന്ന വക്കിലേക്ക് എത്തിയിരിക്കുന്നു. തന്മൂലം ഓപ്പൺ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുമൂലം ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസം കൂലിക്ക് പോകുന്ന വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം പോലും റേഷൻ കട ഉടമകൾക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാതെ പൊതുവിതരണ മേഖലയിൽ സർക്കാർ ഇടപെട്ട ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി മാർക്കറ്റ് റോഡിലുള്ള റേഷൻ കടയുടെ മുൻപിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ദിവസവും സമരം ചെയ്യേണ്ട ഗതികേടിലാണ് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും മടുത്തിരിക്കുന്നു. ഈ ഭരണം ഒന്ന് അവസാനിച്ചു കാണണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് ജനങ്ങളെല്ലാവരും ഈ സർക്കാരിനെ വെറുക്കുന്നു, ഭയക്കുന്നു? ആ കാര്യത്തെ സംബന്ധിച്ച് പൊതുസമൂഹം വളരെ ഗൗരവമായി ചിന്തിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി അഭ്യർത്ഥിക്കുന്നത്. സർക്കാർ ജനാധിപത്യ സർക്കാർ ജനഹിതം പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനം ഭരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഈ സർക്കാരിനെ ഒരു കുടുംബ വാഴ്ചയാക്കി മാറ്റിയ അവസരത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയ്ക്കപ്പുറം മുഖ്യമന്ത്രിക്ക് മറ്റൊന്നും ലക്ഷ്യമില്ല എന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു. സാധാരണക്കാര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശ്വാസം റേഷൻ കട. നമ്മുടെ മഹത്തായ രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിതരണ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന മന്ത്രിസഭകളും മന്ത്രിമാരുമല്ല രാഷ്ട്രീയത്തിന് അതീതമായി പൊതുവിതരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നത് എക്കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളതിൽ രാഷ്ട്രീയക്കാരാണ്. പക്ഷെ ഇന്നിപ്പോ കേരളത്തിലെ പൊതുവിതരണ മേഖല അപ്പാട് തകർക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആരോടൊക്കെയോ അച്ചാരം വാങ്ങിയിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
യോഗത്തിൽ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KG സജിമോൻ, KP റോയ്, സുരേഷ് രാജു, റോബിൻ മൈലാടി, KA ഷഫീഖ്, PV അച്ചമ്മ, രാജി അജേഷ്, KV ബാബു, സാജു ആന്റണി, TL അക്ബർ, ജോസ്ലെറ്റ് മാത്യു, പോൾ അഞ്ചനവേലിൽ, ജോസ് പാലിയത്ത്, ശശിധരൻ പിള്ള, ജോസഫ് കുര്യൻ, ജയകുമാർ, വിനീഷ് മാത്യു, മാത്യു കുര്യൻ, യൂജിൽ ബേബി, ജോ അറക്കപ്പാറ, ജോമോൻ കൂറുമടം തുടങ്ങിയവർ പ്രസംഗിച്ചു. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോളേജിലെ കുടിവെള്ള സ്രോതസ്സിന്റെ മേൽക്കൂരയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർണാങ്കുന്നൽ അധ്യക്ഷത വഹിച്ചു. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ആരംഭിച്ചു. കോളേജിലെ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിന്റെയും ടെക്നോളജി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി പ്രവർത്തിക്കുക. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോളർ ബോർഡുകൾ ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ദിനംപ്രതി 100ഓളം ബോർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ശേഷി ഇവിടെയുണ്ട്. പഠനകാലത്ത് തന്നെ സമ്പാദിക്കുക എന്ന ആശയത്തിലൂടെ വിദ്യാർത്ഥികളിൽ വ്യാവസായിക സംസ്കാരം രൂപപ്പെടുത്തുകയും തൊഴിൽ സാധ്യതകളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോളേജിലെ കുടിവെള്ള സ്രോതസ്സിന്റെ മേൽക്കൂരയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. നമ്മുടെ ഇന്നത്തെ രീതി അനുസരിച്ച് നിർമ്മിതി ബുദ്ധി ഏത് തലം വരെ ഉയർന്നിരിക്കുന്നു. ഞാനിപ്പോൾ അദ്ദേഹത്തോട് ഷെയർ ചെയ്തത് 2050-55 ആകുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യം വേണ്ടി വരികയാണ്. അതിനേക്കാളേറെ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് ലോകം അടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നമ്മുടെ നൈപുണ്യങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോ നൈപുണ്യങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ, അതിനനുസരിച്ചിട്ടുള്ള അക്കാഡമിക് സെക്ടേഴ്സ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർണാകുന്നൽ അധ്യക്ഷത വഹിച്ചു. HRD ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രാജു കല്ലറക്കൽ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൈനാവ്. തടിയമ്പാട് പാലത്തിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. നിലവിലുള്ള തടിയമ്പാട് ചപ്പാത്തിലുള്ള ഗതാഗതം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടാണ് പാലം നിർമ്മിക്കുക. തടിയമ്പാട് നിന്നും ഇടുക്കിയിലേക്ക് ഒരു അനായാസ പാത കൂടി തുറന്നു കിട്ടുന്നതിലൂടെ ഇടുക്കി ചെറുതോണി തടിയമ്പാട് റോഡിന് ഒരു ഉന്നത നിലവാരമുള്ള സമാന്തര പാത കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. പെരിയാറിന് കുറുകെ തടിയമ്പാട് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. സംസ്ഥാനത്തിന് ലഭിച്ച 6 പാലങ്ങളിൽ ഏറ്റവും നീളവും ഉയരവും ഉള്ളതും തുക വകയിരുത്തിയിട്ടുള്ളതുമായ പാലവുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 32 കോടി രൂപയാണ് നിർമ്മാണ പൂർത്തീകരണത്തിന് വകയിരുത്തിയിട്ടുള്ളത്. 223 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ 7 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കും. 1.5 മീറ്റർ വീതിയിൽ ഇരുവശത്തും വിങ്സും അതോടൊപ്പം 1 മീറ്റർ വീതിയിൽ ഇരുവശത്തും നടപ്പാതയും ക്രമീകരിക്കും. 31 മീറ്റർ നീളമുള്ള 6 സ്പാനുകളും ഇതോടൊപ്പം പാലത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ചെറിയ സ്പാനുകളും ക്രമീകരിക്കും. നിലവിലുള്ള തടിയമ്പാട് ചപ്പാത്തിലുള്ള ഗതാഗതം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടാണ് പാലം നിർമ്മിക്കുക. തടിയമ്പാട് നിന്നും ഇടുക്കിയിലേക്ക് ഒരു അനായാസ പാത കൂടി തുറന്നു കിട്ടുന്നതിലൂടെ ഇടുക്കി ചെറുതോണി തടിയമ്പാട് റോഡിന് ഒരു ഉന്നത നിലവാരമുള്ള സമാന്തര പാത കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. തടിയമ്പാട് പുതിയ പാലം നിർമ്മിക്കുന്നതിന് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്ത് 6 പാലങ്ങളാണ് അനുമതി കിട്ടിയത്. അതിൽ ഏറ്റവും കൂടുതൽ തുക മുടക്കി നിർമ്മിക്കുന്ന പാലമാണ് തടിയമ്പാട് പാലം. 32 കോടി രൂപയാണ് അതിൻ്റെ എക്സ്പെൻസ്. അതിൻ്റെ ഡിസൈൻ തയ്യാറായി കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന 2 തലക്കിലും ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ഒന്ന്, പള്ളിയുമായി ബന്ധപ്പെട്ട് കയറി വരുന്ന പ്രദേശത്ത് ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇടയായി. അതോടൊപ്പം കയറുന്ന ഭാഗത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതും പരിഹരിക്കപ്പെട്ടു. ഇമ്മീഡിയറ്റായിട്ട് ടെൻഡർ പ്രൊസീജിയറിലേക്ക് പോയി വർക്ക് ഇമ്മീഡിയറ്റായിട്ട് തുടരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാനുള്ള നടപടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, വിമലഗിരിയിലേക്കും അതോടൊപ്പം മര്യാപുരത്തേക്കും പോകുന്ന റോഡുകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ യാതൊരു തടസ്സവും രൂപപ്പെടുത്തിയിട്ടില്ല. പഴയ ചപ്പാത്തി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം രംഗത്തും കൂടി പ്രചോദനം ലഭിക്കത്തക്ക വിധത്തിലുള്ള മനോഹരമായ ഡിസൈനാണ് ഈ പാലത്തിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇടുക്കിയിലെ വികസിതമായിട്ടുള്ള ഒട്ടേറെ ടൂറിസം പ്രോജക്റ്റുകൾ വരുമ്പോൾ തടിയമ്പാടെ മനോഹരമായ പാലവും കൂടി അതിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയാർജിച്ച കാര്യമാണ്. താമസിയാതെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പണി ആരംഭിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇന്ന് NHന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി പാക്കേജ് അവലോകന യോഗം മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചേർന്നു.
കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് എ രാജ MLA, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇടുക്കി പാക്കേജ് സംബന്ധിച്ച അവലോകന യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ചേർന്നു. നിലവിൽ പദ്ധതി പ്രവർത്തന പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ വിലയിരുത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് എ രാജ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർനാക്കുന്നേൽ, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ, മറ്റ് ജില്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആസൂത്രണത്തിൽ ദീർഘവീക്ഷണം അനിവാര്യമെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ ആസൂത്രണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതോണി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാ പദ്ധതി സംബന്ധിച്ച ജില്ലാ കൂടിയാലോചനാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജിച്ചൻ നീർനാക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണത്തിലെ മികവാണ് വികസന പ്രക്രിയയുടെ നട്ടെല്ലെന്നും അതിനാൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതോണി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാ പദ്ധതി സംബന്ധിച്ച ജില്ലാതല കൂടിയാലോചനാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിന് ഏറ്റവും അനുയോജ്യമായത് അതിന് എന്തൊക്കെ ഘടകങ്ങളായിരിക്കണം വേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മുൻകൂട്ടിയുള്ള അറിവാണ്. ആ തരത്തിൽ പദ്ധതികൾ ചെറുതും വലുതുമായി വിഭാവനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രദേശത്തേക്ക് ടൂറിസം സാധ്യതകൾ ധാരാളമുള്ള പ്രദേശമാണ്. എന്നാൽ അതിനനുസരിച്ച് ധാരാളം പ്രതിസന്ധികൾ നമുക്കുണ്ട്. KSCB ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പൊതുമരാമത്ത് വകുപ്പിനുണ്ട്, റവന്യൂ വകുപ്പിൻ്റെ പ്രശ്നങ്ങൾ കാണും. പക്ഷേ പൊട്ടൻഷ്യലായിട്ട് ടൂറിസം പ്ലേസായിട്ട് കണ്ടാൽ നമ്മുടെ റിമോട്ട് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ പഞ്ചായത്തുകൾക്ക് കൂടി അധികാരം നൽകിക്കൊണ്ട് DTPC കൂടി ആലോചിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ചില പദ്ധതികൾക്ക് ഇത്തരത്തിലുള്ള ചലനാത്മകമായി മുന്നോട്ട് പോകുന്ന പദ്ധതികൾക്ക് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? നമ്മുടെ ആസൂത്രണ മികവിൽ അത് നമുക്ക് നേരത്തെ കൂടി തന്നെ ചിന്തിക്കണം. ഒരു കാര്യത്തിന് വേണ്ടി പണം മാറ്റിവെച്ചിട്ട് മാർച്ച് മാസമാകുമ്പോൾ ചെലവഴിക്കപ്പെട്ടില്ലെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യഘട്ടത്തിൽ തന്നെ ആസൂത്രണത്തിൽ അതിൻ്റെ ഭാഗം എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നല്ല വിലയിരുത്തൽ രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് സംയോജിതമായി ഫണ്ടിൻ്റെ വിനിയോഗ സാധ്യത പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അത് നമ്മുടെ വിജയത്തിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്യും. പരിപാടിയിൽ ജില്ലാ ആസൂത്രണ സമിതി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ രാരിച്ചൻ നേർനാക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം പ്രൊഫസർ ജിജു പി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പദ്ധതിയുടെ ലക്ഷ്യം, രീതിശാസ്ത്രം, ഉള്ളടക്കം എന്നിവ സംബന്ധിച്ച് സംസ്ഥാന ആസൂത്രണ ബോർഡ് വികേന്ദ്രീത ആസൂത്രണ വിഭാഗം ചീഫ് ജെ ജോസഫൈൻ വിശദീകരിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, സബ് കളക്ടർ അനൂപ് ഗാർഗ്, ആസൂത്രണ സമിതി അംഗങ്ങളായ ഉഷാകുമാരി, മോഹൻകുമാർ, ഷൈനി സജി, സർക്കാർ നോമിനി കെ ജയ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിക്റ്റാജ് ജോസഫ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ, അസിസ്റ്റന്റ് പ്ലാനിംഗ് ഓഫീസർ റൂബിൻ ജോർജ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ റേഷൻ കടയിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് യോഗത്തിൽ ഭാരവാഹികൾ ആരോപിച്ചു. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ റേഷൻ കടയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇടതുഭരണത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി റേഷൻ കടകൾ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണെന്നും യോഗത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് സമരം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ചെയ്യാൻ മടിയില്ലാത്ത കോവിഡിന്റെ പറയിൽ അതിന്റെ അത്യാവശ്യത്തിന്റെ പേര് പറഞ്ഞ് ആ കാലത്ത് ഇതൊക്കെ നടക്കുമെന്നുള്ള ധാരണയില് ആരും ചോദിക്കാനില്ലല്ലോ, ആരും പറയാനില്ലല്ലോ. ജനങ്ങൾ ഭയപ്പെട്ട് പുറത്തിറങ്ങാതെ നാളെ നീള വടവും കെട്ടി കയറും കെട്ടി അവിടെയും പോകാൻ പാടില്ല, ഇവിടെയും പോകാൻ പാടില്ല, വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. ഈ രീതിയിലുള്ള നിയന്ത്രണം എന്ന കാലത്ത് ഗവൺമെന്റിന്റെ പണി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോഴാണ് മനസ്സിലാകുന്നത്. കോടാനുകോടികളുടെ കൊള്ള, കോടാനുകോടികളുടെ പിടിച്ചുപറി, തട്ടിപ്പ്, അതാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള കൊള്ള ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാവപ്പെട്ട നമ്മുടെ സാധാരണക്കാരായ ഈ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ കൂലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് റേഷൻ വാങ്ങാൻ വരുമ്പോൾ കട തുറക്കുന്നില്ല. കാരണം എല്ലാം കണ്ടും പറഞ്ഞു, വിതരണക്കാർക്ക് പൈസ കൊടുക്കുന്നില്ല, റേഷൻ കടക്കാർക്കും പൈസ കൊടുക്കുന്നില്ല. അതിന് ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. ഈ കളവും ഈ മോഷണവും ഈ പിടിച്ചുപറിയും ഈ കൊള്ളയും നടത്തുന്ന ഗവൺമെന്റ് ഈ പൊതുമേഖലയെ കൂടി കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളമെമ്പാടും ഉണ്ടായിരിക്കുന്ന ഈ സമര പരമ്പര.
മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CB ദാമോദരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ സോമി അഗസ്റ്റിൻ, അഖിലേഷ് ദാമോദരൻ, ജോർജ് മേച്ചേരി, ജിജി സുരേന്ദ്രൻ, നൈസി ഡെനിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹാജറ സെയ്ദ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റിമിസ് കൂരാപ്പള്ളി, NS സിദ്ദിഖ്, ഗോപിനാഥൻ കാവുന്തളത്തിൽ, അജോ ജോളി, ജോർജ് സേവ്യർ, ജോണി കുന്നിപ്പള്ളിൽ, നിഷ എൽദോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. പൈനാവ് ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ജിമ്മും നവീകരിച്ച് പ്രവർത്തനം തുടങ്ങി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് 16 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച പൈനാവ് ചിൽഡ്രൻസ് പാർക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഉദ്ഘാടനം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ആരോഗ്യ സുരക്ഷിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമവും അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ ഡ്രിൽ പീരീഡ് അതൊക്കെ നല്ല ഭംഗിയായി തന്നെ പിള്ളേർ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പഠനത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം കായികപരമായിട്ടുള്ള അവരുടെ ഉന്മേഷം അത് മാനസികാരോഗ്യത്തെ ബലപ്പെടുത്താൻ ഉപകരിക്കുന്നതുമാണ്. അപ്പോൾ മാനസികാരോഗ്യമാണ് പ്രധാനപ്പെട്ടതെങ്കിൽ അതിന് ഉത്തമമായൊരു മാർഗം കായിക രംഗത്തെ പുരോഗതി ലക്ഷ്യമിക്കുക എന്നുള്ളതിനപ്പുറത്തൊട്ട് മറ്റൊന്നില്ല. അപ്പോൾ നല്ല വ്യായാമം ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ പൈനാവിൽ ഇരിക്കുന്ന ഈ ചിൽഡ്രൻസ് പാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറണം. ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളതാണ്. നമ്മുടെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ, ഇത്തരം സ്ഥാപനങ്ങൾ, ആ നിലയിലെല്ലാം നമ്മുടെ കേന്ദ്ര ബിന്ദുവായി തന്നെ ഇരിക്കുന്ന ഒരു പ്രദേശത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഭംഗിയാക്കി ഇതിൻ്റെ ഓപ്പൺ ജിമ്മ് അതേറെ സഹായകമാകും. ഇന്നത്തെ ഘട്ടത്തിൽ കുറച്ച് നേരം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ എല്ലാവരും സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലും കുറച്ച് സമയം ഇവിടെയൊക്കെ ചെലവഴിക്കാൻ എല്ലാവരും എത്തിച്ചേരുകയും അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും കൂടെ തയ്യാറാകുന്ന സന്ദർഭത്തിൽ ഇത് നല്ല നിലയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗം രാജു ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയാമ്മ ജോയി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലീസ് ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ വിൻസെന്റ് VM, സെലീൻ വിൻസെന്റ്, കുട്ടായി കറുപ്പൻ, ടിൻഡു സുഭാഷ്, നിമ്മി ജയൻ, പ്രഭ തങ്കച്ചൻ, നൌഷാദ് TA, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനുകുമാർ SP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വാഴത്തോപ്പ്. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടുക്കി എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രാജീവ് KK നിർവഹിച്ചു. നിരത്തുകളിൽ ഒരു ജീവൻ പോലും പൊലിയരുത് എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2025 ദേശീയ റോഡ് സുരക്ഷാ മാസാചരണം നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ചാണ് ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റും തൊടുപുഴ അഹല്യ ഐ ഹോസ്പിറ്റലും ചേർന്ന് ബസ് ജീവനക്കാർക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വേണ്ടി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടുക്കി എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രാജീവ് KK നിർവഹിച്ചു. റോഡ് സുരക്ഷാ ക്ലാസുകൾ അതുപോലെ ITC നമ്പർ ഇപ്പോൾ നിയമങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ, കോളേജിലെ ക്ലാസ്സുകൾ, ക്വിസ് പ്രോഗ്രാമുകൾ, വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടാണ് ഈ റോഡ് സുരക്ഷാ മാസാചരണം ആചരിക്കുന്നത്. തൊടുപുഴയിലെ ബസ് ജീവനക്കാരെയും തൊഴിലാളികളെയും ഉദ്ദേശിച്ചുകൊണ്ട് വേണ്ടി സൗജന്യ പരിശോധനയ്ക്കാണ് നടത്തുകയാണ്. ഇത് എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുകൾ ആണ് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നടന്നതായി പ്രഖ്യാപിച്ചു.
തൊടുപുഴ ജോയിന്റ് RTO സഞ്ജയ് എസ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബാബു PK, ലൂയിസ് ഒസ്വാൾഡ് ഡിസൂസ, കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികളായ അജിത് കുമാർ, സലീം, ജോർജ് P എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോബിൻ ജോസ്, സമീർ VK, ഫിറോസ് ബിൻ ഇസ്മായിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴ അഹല്യ ഐ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ടെക്നീഷ്യന്മാരുടെയും സേവനം ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാർക്സിസ്റ്റ് ഭരണത്തിനെതിരെ മലയാളക്കര ഒന്നടങ്കം തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞതായി മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്. ആനയും കടുവയും പിന്നെ പോലീസും മനുഷ്യരെ കടന്നാക്രമിക്കുമ്പോൾ മറുവശത്ത് ഭരണത്തിന്റെ മറവിൽ കമ്മ്യൂണിസ്റ്റ് അണികൾ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിനുറുക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം കമ്മിറ്റി വഴിത്തല റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ജനത ജോലിയും കൂലിയും അരിയും വെള്ളവും ചോദിക്കുമ്പോൾ ഡിസ്റ്റിലറിയും ബൂവറിയും ബിയർ പാർലറുകളും നൽകുന്ന മാർക്സിസ്റ്റ് ഭരണത്തിനെതിരെ മലയാളക്കര ഒന്നടങ്കം തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞെന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് പറഞ്ഞു. ആനയും കടുവയും പിന്നെ പോലീസും മനുഷ്യരെ കടന്നാക്രമിക്കുമ്പോൾ മറുവശത്തെ ഭരണത്തിന്റെ മറവിൽ കമ്മ്യൂണിസ്റ്റ് അണികൾ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിനുറുക്കുന്നു. റേഷൻ കടകളും മാവേലി സ്റ്റോറുകളും അടച്ചുപൂട്ടുമ്പോൾ പുതിയ ബിവറേജ് ഷോപ്പുകൾ അനുദിനം തുറക്കുന്ന നാടായി കേരളം മാറിയെന്നും കൂട്ടിച്ചേർത്തു. റേഷൻ കടകളിൽ കേസ് സ്റ്റോർ ആക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമൊക്കെ കൊടുത്തു എങ്കിലും ഈ കേസ് സ്റ്റോർ എന്ന ബോർഡല്ലാണ്ട് അവിടേക്ക് കടന്നു വന്നാൽ ഈ നാട്ടിലെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് മാത്രമേ ആ കേസ് സ്റ്റോറിൽ ഇരിക്കുന്ന സാധനങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇവിടേക്ക് ആളുകൾ വന്നിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ഈ രീതിയിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ലാഭകരമല്ലാത്തതെല്ലാം പൂട്ടിക്കൊള്ളാനാണ് പറയുന്നത്. നമ്മൾ അരി ചോദിച്ചാൽ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രൂവറി തന്നേക്കാമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരിക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരൻ പണി ചോദിച്ചാൽ പറയും ഡിസ്റ്റിലറി തന്നേക്കാമെന്ന് പറയുന്ന ഗവൺമെന്റ് ഈ സംസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന നാട്ടിലെ ജനങ്ങൾ ഒരു തുള്ളി ദാഹജലം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് മുഴുവൻ ഞങ്ങളിതാ ബിയർ പാർലറുകൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ കേരളത്തെ മുച്ചൂടും മദ്യത്തിൽ ചുറ്റിക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ സമര പോരാട്ടങ്ങളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും. മലയോരം വളരെയേറെ ആശങ്കയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും സമരം ആരംഭിച്ചിരിക്കുന്നത്. ഈ വരുന്ന 1-ാം തീയതി ഇടുക്കി ജില്ലയിലേക്ക് ജാഥ കയറുകയാണ്. ആ ജാഥയുടെ മുദ്രാവാക്യം ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തി കിട്ടണം. ആനയെക്കൊണ്ട്, കടുവയെക്കൊണ്ട്, കുരങ്ങിനെക്കൊണ്ട്, എന്തിനേറെ വന്യമൃഗങ്ങളെ ആകമാനം ഈ ഗ്രാമങ്ങളിൽ മലയോരങ്ങളിൽ ഇറക്കിവിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത മൂലം സംജാതമായിരിക്കുന്നു. കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം കമ്മിറ്റി വഴിത്തല റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സോമി വട്ടക്കാട്ട്, രാജേശ്വരി ഹരിതൻ, ജോൺസി, ആൻസി ജോജോ, ജിബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് തൃപ്തികരമായ വാർഡ് സഭാ യോഗം. തൊടുപുഴ നഗരസഭയിലെ 22-ാം വാർഡിന്റെ വാർഡ് സഭ കഴിഞ്ഞ ദിവസം കാപ്പിത്തോട്ടം അംഗൻവാടിയിൽ നടന്നു. അതോടൊപ്പം റിപ്പബ്ലിക് ദിനാഘോഷവും നടത്തി. വാർഡിലെ എല്ലാ വീടുകളിലും വാർഡ് കൗൺസിലർ C. ജിതേഷ് നേരിട്ടെത്തി വാർഡ് സഭയുടെ അറിയിപ്പ് കൊടുക്കുകയും എല്ലാ വീടുകളിൽ നിന്നും പ്രാതിനിധ്യം അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമസഭയെ സജീവമാക്കിയത്. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കരട് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും വാർഡ് നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പെരിങ്ങഴപ്പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ 31 ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ആഘോഷിക്കുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 31 വൈകിട്ട് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ കൊടിയുയർത്തും. തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്കെത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇക്കൊല്ലം ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. AD 1864 നവംബർ 1 സ്ഥാപിതമായ പെരിങ്ങഴപ്പള്ളി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള സീറോ മലബാർ സഭയിലെ ആദ്യത്തെ 5 പ്രധാന ഇടവകകളിലൊന്നാണ്. സീറോ മലബാർ സഭയിലെ കോതമംഗലം രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള പെരിങ്ങഴപ്പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും ചരിത്രപ്രസിദ്ധമായ തിരുനാൾ ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ആഘോഷിക്കും. ജനുവരി 31-ാം തീയതി കൊടിയേറ്റോടുകൂടെ തിരുനാളിന് ആരംഭം കുറിക്കും. 1-ാം തീയതിയും ഫെബ്രുവരി 1, 2 തീയതികളിൽ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ആത്മീയമായിട്ടുള്ള എല്ലാ ഉണർവുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച ശേഷം നേർച്ച സദ്യയും 2-ാം തീയതി കലാസന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്.
ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനുവരി 31 വൈകിട്ട് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ കൊടി ഉയർത്തുന്നതോടെ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പൊതുവണക്കത്തിനായി ദേവാലയ അങ്കണത്തിലേക്ക് ഇറക്കിവെക്കും. തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇക്കൊല്ലവും ഒരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 3 രാവിലെ ഇടവകയിൽ നിന്നും മരണമടഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സെമിത്തേരി സന്ദർശനത്തോടെയാണ് തിരുനാൾ ചടങ്ങുകൾ പൂർത്തിയാകുക. തിരുനാളിന് ഒരുക്കമായുള്ള നൊവേന ജനുവരി 23 വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ റേഷൻ വിതരണത്തിലെ സ്തംഭനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി S. അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തടിയമ്പാട് പാലത്തിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ റേഷൻ കടയിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയി K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.